ഇനി ഇടത് സഹയാത്രികനായി ചാനൽ ചർച്ചകളിൽ നിറഞ്ഞിരുന്ന റെജി ലൂക്കോസ് BJP-യിൽ ചേർന്നിരിക്കുക. ശ്രദ്ധിച്ചിരുന്നോ? കണ്ടിരുന്നു? ഇല്ല, ഞാനിപ്പോഴാണ് ഇവരെ നിങ്ങൾ പറഞ്ഞപ്പോഴാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ അങ്ങനെ ഒരു സാഹചര്യം അറിഞ്ഞിരുന്നില്ല. അപ്പോൾ അദ്ദേഹം അങ്ങനത്തെ ഒരു നിലപാട് സ്വീകരിക്കാൻ ജനാധിപത്യ രൂപത്തിൽ അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമുണ്ടല്ലോ. അതിലിപ്പം നമ്മൾ വേറെ മറ്റൊരു രൂപത്തിലുള്ള പ്രതിഷേധമോ എതിർപ്പൊന്നും പ്രകടിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു, അദ്ദേഹം തന്നെ യഥാർത്ഥത്തിൽ വിഴുങ്ങുന്ന രൂപത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് അതിൽ പൊതുവിൽ വരുന്നത്. മുമ്പെല്ലാം വർഗീയചേരികളെ എതിർക്കാൻ സെക്യുലറായി നിന്ന് പ്രവർത്തിച്ചിരുന്ന ഒരു പൊതുപ്രവർത്തകൻ ആ വർഗീയതയെ ചെറുക്കാൻ വേണ്ടി ഇന്ന് ഏറ്റവും വലിയ വർഗീയതയോടുകൂടെ കൂടിയേക്കാം എന്ന് വിചാരിക്കുന്ന രൂപത്തിലേക്ക് വരികയാണ്. ഒരു ഹിന്ദു രാഷ്ട്രം കെട്ടിപ്പടുക്കണമെന്ന് രാജ്യത്ത് തത്വത്തിൽ എഴുതിയിരിക്കുന്ന ഒരു പാർട്ടി BJP-യും RSS-ഉമാണ്. RSS-ന്റെ താത്വികാചാര്യനായിട്ടുള്ള ഗുരുജി ഗോൾവൾക്കർ എഴുതിയിരിക്കുന്ന ഗ്രന്ഥത്തിൻ്റെ 20-ാം ചാപ്റ്ററിൽ കൃത്യമായി നിർവചിക്കുന്നു, ഇന്ത്യയിൽ ഹിന്ദു രാഷ്ട്രം കെട്ടിപ്പടുക്കണം. അതിന് തടസ്സമായി നിൽക്കുന്ന 3 ഘടകങ്ങളാണ്. 1 ഇസ്ലാമികൾ, 2 ക്രിസ്ത്യാനികൾ, 3 കമ്മ്യൂണിസ്റ്റുകാർ. ഈ 3 കൂട്ടരെ ഉന്മൂലനാശം ചെയ്തെങ്കിൽ മാത്രമേ ഇന്ത്യയിൽ ഹിന്ദു രാഷ്ട്രം കെട്ടിപ്പടുക്കാൻ കഴിയൂ എന്ന് ആശയം എഴുതി വച്ചിരിക്കുന്നതിനെ മുറുകെ പിടിച്ച് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് RSS-ന്റെ രാഷ്ട്രീയ രൂപമായിട്ടുള്ള BJP. അത് ഒരു സെക്യുലർ വീക്ഷണമുള്ള ഒരാൾക്ക് അത് നടപ്പാക്കാൻ വേണ്ടി ഒരു പാർട്ടിയിൽ ചേരുന്ന പറയുമ്പോൾ അത്തരൊരു പാർട്ടിയിൽ ചേരുമ്പോൾ അതിൻ്റെ യുക്തി എത്രയായാലും നമുക്ക് മനസ്സിലാവില്ല, അതിൻ്റെ ഔചിത്യം നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അപ്പോൾ ഇന്നലെ വരെ സെക്യുലറായി നിന്നിരുന്ന ഒരാളിന് അതിലേക്ക് എന്ന് കയറി സെക്യുലറാക്കി നാടിനെ മാറ്റാമെന്ന് ധരിക്കുന്നത് എത്ര കണ്ട് ആളുകളെ വിഡ്ഢികളാക്കുന്ന ഒരു നീക്കമാണ് എന്ന് മനസ്സിലാക്കിയാൽ മതി. അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യമാണ് എവിടെ ശരിയാന്നുള്ളത്. അതിപ്പോൾ നമുക്ക് ആർക്കും വേറൊന്നും പറയാൻ പറ്റില്ല. പാർട്ടിയുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടായിരുന്നു? പാർട്ടി അടക്കം പങ്കെടുത്തു എന്നൊരു ആക്ഷേപം ഇല്ല. പാർട്ടിയുടെ ഔദ്യോഗികമായ ഒരു വേദിയിലും അദ്ദേഹം ഉണ്ടായിരുന്നില്ല. മറ്റ് ഉന്നത ഘടകങ്ങളിലൊന്നും ഉണ്ടായിരുന്നില്ല. സഹയാത്രികനായിരുന്നു അദ്ദേഹം. ചർച്ചയിലൊക്കെ പങ്കെടുക്കാൻ പോയ രൂപങ്ങളുണ്ട്, അക്കാര്യത്തിലൊന്നും തർക്കമില്ല. മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ഉന്നത സ്ഥാനമൊന്നും പാർട്ടിക്കകത്ത് ഒരു ഘട്ടത്തിലും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോൾ ഈ പുതിയ സാഹചര്യത്തിൽ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ അക്കരപ്പച്ച എന്നുള്ള രൂപത്തിൽ പോകുന്ന ശൈലികൾ സ്വീകരിക്കുന്നവരുണ്ട് പലരും. അങ്ങനെ വരുന്ന കൂട്ടത്തിൽ അതിനൊന്നും നമുക്ക് മറുപടി പറയാനില്ല. പൊതുവിൽ ഇടതുപക്ഷ ജനാധിപത്യത്തെ സംബന്ധിച്ചോളം ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. നമുക്ക് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്നലെ ഞങ്ങൾ തിരുവനന്തപുരത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സ്പെഷ്യൽ ക്യാബിനറ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഓരോ തരത്തിലും ചർച്ച ചെയ്ത് മുന്നോട്ട് പോകേണ്ടത് എങ്ങനെയാണെന്നുള്ളത് സംബന്ധിച്ച് പൊതുവിൽ ഞങ്ങളെല്ലാം ചേർന്ന് ചർച്ച ചെയ്തു. ആ കാര്യത്തിൽ പൊതുവിൽ ഞങ്ങളെടുത്ത ഒരു തീരുമാനം പരിശോധിച്ച് നോക്കിയപ്പോൾ കേരളത്തിൽ 110 സീറ്റോട് കൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു 3-ാം അവസരം ഉണ്ടാകുന്ന സാഹചര്യം സംജാതമാക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾ വിലയിരുത്തിയിട്ടുള്ളതും അതിനനുസരിച്ചുള്ള പ്രവർത്തനത്തിലേക്ക് ഞങ്ങൾ നീങ്ങിക്കഴിഞ്ഞു. സ്വാഭാവികമായി അത് കേരളത്തിലെ ജനത, ഞങ്ങൾ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളെല്ലാം നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ഒരു തെരഞ്ഞെടുപ്പിലെ മാനിഫെസ്റ്റോ ഉയർത്തിപ്പിടിച്ച് മറുകൈയിൽ പ്രോഗ്രസ് കാർഡും ഉയർത്തിപ്പിടിച്ച് ഓരോ വർഷവും പിന്നിട്ടൊരു ചരിത്രം ഇന്ത്യയിലുണ്ടോ? ഏറ്റവും പ്രസക്തമായ ഒരു ചോദ്യമാണ്. ഈ മഹാഭാരതത്തിൽ ഒരേ ഒരു സംസ്ഥാനത്താണ് കഴിഞ്ഞ 9 വർഷക്കാലമായി ഓരോ വർഷവും പ്രകടനപത്രിക ഒരു കൈയിലും മറുകൈയിൽ ഇതാ ഈ വർഷം ഇത്രയും നടപ്പിലാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ് 9 വർഷത്തെയും ചെയ്ത പ്രവർത്തനങ്ങൾ മുഴുവൻ ഒരു പ്രോഗ്രസ് റിപ്പോർട്ടായി ജനങ്ങളാവുന്ന രക്ഷകർത്താക്കളുടെ മുമ്പിൽ അവതരിപ്പിച്ച ഒരു ഹെഡ് മാസ്റ്ററാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന് പറയാം. അങ്ങനൊരു ചരിത്രം കേരളത്തിൽ മറ്റൊരു സംസ്ഥാനത്തുമില്ല. എണ്ണി വെറുതെ കറിയില്ല, ഫാക്റ്റ് ആൻഡ് ഫിഗറാണ്. നിങ്ങൾ ആ ഓരോ ഘട്ടത്തിലെയും പ്രോഗ്രസ് റിപ്പോർട്ട് എടുത്ത് പരിശോധിച്ചാൽ ഫാക്റ്റ് ആൻഡ് ഫിഗർ. ജനങ്ങളുടെ മുമ്പിൽ ആദ്യത്തെ ഘട്ടത്തിൽ 600 കാര്യങ്ങൾ പറഞ്ഞു, 570 കാര്യങ്ങൾ നടപ്പാക്കി കഴിഞ്ഞപ്പോഴാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത്. അവശേഷിച്ചതോടെ പിന്നെ നടപ്പാക്കി. 2-ാം ഘട്ടത്തിൽ 900 കാര്യങ്ങൾ പറഞ്ഞു. ആ 900 കാര്യങ്ങളിൽ ഇപ്പം തന്നെ 880ഓളം കാര്യങ്ങൾ നടപ്പാക്കി കഴിഞ്ഞു. അവശേഷിക്കുന്ന ഈ 3 മാസം കൊണ്ട് ബാക്കി ഇവിടെ തീർക്കും. ഇങ്ങനെ ജനങ്ങളുടെ മുമ്പിൽ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് പ്രകടനപത്രിക അവതരിപ്പിച്ചാൽ അത് എവിടെയെങ്കിലും പോയി തട്ടുമ്പുറത്തിടുകയോ അല്ലെങ്കിൽ അലമാരിൽ ഒളിപ്പിച്ച് വെക്കുകയോ ചെയ്യുന്ന ശൈലിയല്ല ഇടതുപക്ഷ ജനാധിപത്യമുണ്ട് ഗവൺമെൻറ് ഉണ്ടായിരുന്നത്. പറയുന്നത് പ്രവർത്തിക്കുകയും പ്രവർത്തിക്കുന്നത് പറയുകയും ചെയ്യുന്ന ഒരു ഗവൺമെൻറ്റാണ്. അതാണ് ഈ ജനങ്ങളത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സമാനതകളില്ലാത്ത വികസനക്ഷേമ പ്രവർത്തനങ്ങളുടെ ഉള്ളടക്കം എടുക്കുമ്പോൾ നമ്മുടെ നാട് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എല്ലാ അർത്ഥത്തിലും വീണ്ടും തുടരണമെന്ന് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഈ ഘട്ടത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആ ലക്ഷ്യത്തിലൂന്നി നിന്നുകൊണ്ട് വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കിയ കാര്യങ്ങൾ ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞ്
UDF ഗവൺമെൻറ് കാലത്ത് മാറ്റിപ്പോയതാണ് ഗെയിൽ പദ്ധതി. നടപ്പായില്ലേ? നടപ്പാകില്ലെന്ന് പറഞ്ഞ് പോയി ഉപേക്ഷിച്ച് ഫയൽ മടക്കിയതായിരുന്നു നമ്മുടെ മലയോര ഹൈവേയും തീരദേശ ഹൈവേയും. ഇപ്പം നടപ്പായി അവസാന ഘട്ടത്തിലെത്തിയില്ലേ? കൊച്ചി മെട്രോ 3 ഘട്ടം പൂർത്തീകരിച്ചില്ലേ? വാട്ടർ മെട്രോ പൂർത്തീകരിച്ചില്ലേ? കൂടംകുളം ഫയൽ മടക്കിയതായിരുന്നു. ഈ കോട്ടയം ജില്ലയിലെ കൂരോപ്പട വെച്ചാണ് അത് മടക്കിയത്. ഇനി അത് വേണ്ടാന്ന് പറഞ്ഞു. ഇപ്പോൾ 400ഓളം മെഗാവാട്ട് വൈദ്യുതി ലഭിക്കുന്ന രൂപത്തിൽ അത് ഒന്നാം പിണറായി ഗവൺമെൻറ് തന്നെ ഉദ്ഘാടനം ചെയ്ത് നമ്മൾ അന്ധകാരത്തിൽ നിന്ന് പ്രകാശപൂർണ്ണാവസ്ഥയിലെത്തിയില്ലേ? അതേപോലെ തന്നെ വിഴിഞ്ഞം തുറമുഖം, അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇപ്പം നിങ്ങൾക്കറിയാം. 1 വർഷം 10 ലക്ഷം കണ്ടെയ്നർ കൈകാര്യം ചെയ്യുമെന്നാണ് പറഞ്ഞിരുന്നതെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം പോയി എൻ്റെ റിവ്യൂ നടത്തിയപ്പോൾ 1 ലക്ഷത്തിൽ തന്നെ നമുക്ക് ഇപ്പോൾ ഇന്നലത്തെ കണക്ക് വരെ എടുത്താൽ 670 കപ്പലുകൾ വന്നിരിക്കുന്നു. MSC ഐറീനയും MSC ബെറോണയും ടർക്കി ഉൾപ്പെടെയുള്ള കൂറ്റൻ കപ്പലുകൾ, കൊളംബോയിലോ അല്ലെങ്കിൽ ദുബായിലോ പോലും വരാത്ത MSCയുടെ കൂറ്റൻ കപ്പലുകൾ വന്നെടുക്കുന്ന ഏഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖമായി വിഴിഞ്ഞം മാറിയിരിക്കുന്നു. അതിൻ്റെ കണക്കുകളെടുത്ത് പരിശോധിക്കുമ്പോൾ എത്രത്തോളം അതിന് പുരോഗതിയിലേക്ക് പോകാൻ കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെ എല്ലാ തരത്തിലും പറഞ്ഞ കാര്യങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെൻറ് വേണ്ട. നമ്മുടെ K-ഫോൺ എടുക്ക്, അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്ത് ഓഫീസുകളെടുക്ക്. പണ്ട് പഞ്ചായത്ത് ഓഫീസുകളിലൊക്കെ ഒരു മെറിയൽ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ ഡെത്ത് സർട്ടിഫിക്കറ്റ്, ബർത്ത് സർട്ടിഫിക്കറ്റിനൊക്കെ പോയിരുന്ന ആളുകൾ എത്രയോ വിഷമിച്ചിരുന്നു. ഇന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് അത് പൂർണ്ണമായി സ്മാർട്ട് ഓഫീസുകളാക്കി മാറ്റിക്കഴിഞ്ഞപ്പോൾ വീടുകളിലോ അല്ലെങ്കിൽ ദേശത്തോ സ്വദേശത്തോ വിദേശത്തോ ഇരുന്ന് തങ്ങൾക്ക് അത്തരം സർട്ടിഫിക്കറ്റുകൾ കരസ്ഥമാക്കാൻ കഴിയുന്ന ഓൺലൈൻ സമ്പ്രദായം, അല്ലെങ്കിൽ അതിന് ഏറ്റവും നൂതനമായ സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള സംവിധാനങ്ങളെല്ലാം വന്നിരിക്കുന്നു. ഇങ്ങനെ വികസന രംഗത്ത് വിസ്മയങ്ങൾ തീർക്കുന്ന പ്രവർത്തനം ഒരു ഭാഗത്തുകൂടി വരുമ്പോൾ മറ്റൊരു ഭാഗത്തുകൂടി ക്ഷേമപ്രവർത്തനങ്ങൾ എടുക്കുമ്പോൾ ഇത്രയേറെ ക്ഷേമപ്രവർത്തനങ്ങൾ നടന്ന സംസ്ഥാനം ഏതാ? ഞാൻ പറയണ്ട, നീതി ആയോഗിന്റെ കണക്കെടുത്ത് പരിശോധിച്ചാൽ 7 കാര്യങ്ങളിൽ കേരളം 1-ാം സ്ഥാനത്ത് നീതി ആയോഗ് അംഗീകരിച്ചിരിക്കുന്നു. അതിൽ നമ്മുടെ വിദ്യാഭ്യാസം ദേശീയ തലത്തിലെടുക്കുമ്പോൾ നമ്മുടെ പൊതുവിദ്യാഭ്യാസവും ഉന്നത വിദ്യാഭ്യാസവും മുൻപന്തിയിലെത്തി. നമ്മുടെ കേരളം അവർ പരിശോധിച്ചപ്പോൾ ആഗോള മാതൃക സൃഷ്ടിച്ചിരിക്കുന്നു ആരോഗ്യ പരിപാലന രംഗം. ആർക്കും തർക്കമില്ല. അതിൽ WHO വരെ നമുക്ക് അവാർഡ് തന്നു കഴിഞ്ഞിരിക്കുന്നു. മറ്റൊന്ന്, ഏതാണ്ട് 4,77,000 വീടുകൾ നമ്മൾ നിർമ്മിച്ച് കൈമാറി കഴിഞ്ഞിരിക്കുന്നു. മറ്റൊന്ന്, 62 ലക്ഷം പേർക്ക് പെൻഷൻ കൊടുത്തുകൊണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ 32 ലക്ഷം പേർക്ക് വീട്ടമ്മമാർക്ക് ഇപ്പോൾ സ്ത്രീ സുരക്ഷാ പദ്ധതിയിലൂടെ 1000 രൂപ വെച്ച് കൊടുക്കുന്ന സ്ഥിതി വന്നിരിക്കുന്നു. അതുപോലെ നമ്മുടെ ചെറുപ്പക്കാർക്ക് സ്കോളർഷിപ്പായിട്ട് 1000 രൂപ പ്രകാരം കൊടുക്കുന്നു. അംഗൻവാടിക്കാർക്ക്, ആശാവർക്കർമാർക്ക് അവരുടെ 1000 രൂപ വെച്ച് ഓണറേറിയം വർദ്ധിപ്പിച്ചു. നമ്മുടെ പാചക തൊഴിലാളികൾക്ക് 50 രൂപ വെച്ച് ഡെയിലി വർദ്ധിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഇതുകൂടാതെ നമ്മുടെ നാട്ടിലെ നെല്ലിൻ്റെ സംവരണ വില 28 രൂപ 20 പൈസയായിരുന്നു, അത് 30 രൂപയാക്കി. റബ്ബറിൻ്റെ ഏതാണ്ട് 180, 200 രൂപയാക്കി 20 രൂപ വർദ്ധിപ്പിച്ച്. ഇങ്ങനെ കൃഷിക്കാരെയും തൊഴിലാളികളെയും പാവങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിക്കുക മാത്രമല്ല നടപ്പാക്കിയ ഒരു ഗവൺമെൻറ്റാണ്. അതേപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് വ്യാവസായികമായി നമ്മൾ 1-ാം സ്ഥാനത്തെത്തിയിരിക്കുന്നു. കേന്ദ്ര ഗവൺമെൻറ് 2-ാം വർഷത്തെ അവാർഡും വ്യവസായ മന്ത്രി പോയി വാങ്ങിയിരിക്കുന്നു. MSC കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നടപ്പാക്കിയ സംസ്ഥാനം കേരളമാണ്. സ്റ്റാർട്ടപ്പുകൾ എടുത്താൽ നമ്മുടെ സംസ്ഥാനമാണ് മുന്നിൽ. അതുപോലെ തന്നെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ലോകം ഉറ്റുനോക്കുകയല്ലേ കേരളത്തെ. ലോകത്ത് 2 സ്ഥലത്താണ് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്തിട്ടുള്ളത്. അതൊന്ന് ചൈനയാണെങ്കിൽ 2 ഈ മഹാഭാരതത്തിലെ 28 സംസ്ഥാനങ്ങൾ എടുക്കുമ്പോൾ കേരളം മാത്രമാണ് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്ത് കണക്ക് സഹിതം 4 വർഷക്കാലത്തെ വലിയ പ്രയത്നം കൊണ്ട്. ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത ക്ഷേമ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും നടത്തിയ ഒരു ഗവൺമെന്റിന് ജനങ്ങളെ സമീപിക്കാൻ ഒരു മടിയുമില്ല. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് വിരുദ്ധ വികാരം ജനങ്ങളിലില്ല. അത് നല്ല രൂപത്തിൽ പ്രതിഫലിക്കുന്ന രൂപത്തിലേക്ക് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവും എന്ന കാര്യത്തിൽ ഒരു സംശയവും ഞങ്ങൾക്കില്ല. അതുകൊണ്ട് തന്നെ ജനങ്ങളെ എല്ലാ അർത്ഥത്തിലും ജനങ്ങൾ വിശ്വാസത്തിലെടുക്കുന്നു. ജനാധിപത്യത്തിൽ ജനങ്ങളാണ് യജമാനന്മാർ, ജനപ്രതികൾ ദാസന്മാരായിരിക്കണമെന്ന ജനാധിപത്യ സങ്കല്പമാണ് ഞങ്ങൾ നെഞ്ചേറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ ഇറങ്ങി നടത്തിയ കാര്യങ്ങൾ അവരുടെ മുമ്പിൽ പറയും. അവരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരുടെ അഭിപ്രായങ്ങൾ, അതിൽ സൃഷ്ടിപരമായ വിമർശനങ്ങൾ ഞങ്ങൾ കേൾക്കും, ക്രിയാത്മക നിർദ്ദേശങ്ങൾ സ്വാഗതം ചെയ്യും. അങ്ങനെ പോകുന്നൊരു ശൈലിയാണ് ഈ ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങളിൽ ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമാണ്. സമീപകാല ഭാവിയിൽ തന്നെ വലിയ രൂപത്തിൽ നമുക്ക് ഇതെല്ലാം തിരിച്ചറിയാൻ കഴിയുന്ന അന്തരീക്ഷം ഉണ്ടാവും. ഇത്തരം കാര്യങ്ങളിലൊന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു തരത്തിലുള്ള ഭയപ്പാടുമില്ല. കൃത്യമായി ഞങ്ങൾ പറയുന്നു, വീണ്ടും ഒരു 3-ാം ഊഴത്തിലേക്ക് LDF വരും. 110 സീറ്റോടുകൂടി കേരളത്തിൽ ഭരണത്തിൽ വരും, സംശയം വേണ്ട.